പാലക്കാട് ബി.ജെ.പി. ജില്ലാ ഓഫീസ് കെട്ടിടത്തിൽ അനധികൃത നിർമ്മാണം. നഗരസഭ 4 നിലയ്ക്ക് അനുമതി നൽകിയ കെട്ടിടത്തിൽ 5 നിലകൾ. ഫയർ ആൻഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ ഒരു കെട്ടിട നിർമ്മാണം. അനധികൃത നിർമ്മാണമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൈരളി ന്യൂസിന് ലഭിച്ചു. ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുകയാണ്. ഇർഫാൻ, എന്താണ് മനസ്സിലാക്കേണ്ടത്? അടിമുടി അനധികൃത നിർമ്മാണമാണെന്നാണ് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ. ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആതിര ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. നഗരസഭാ രേഖകളാണ് നമ്മുടെ പക്കലുള്ളത്. അതിൽ നിന്ന് വ്യക്തമാകുന്നതാണ് 4 നിലകൾക്കാണ്, ബേസ്മെൻറ്റ് ഉൾപ്പെടെ 4 നിലകൾക്കാണ് അനുമതി ഉള്ളത്. അതിൽ ഈ 4 നിലകളുടെ അനുമതി വെച്ചിട്ടാണ് 5 നില ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസായി കെട്ടി ഉയർത്തിയിട്ടുള്ളത്. 5-ാം നിലയിൽ 226 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഇത്തരത്തിൽ ഒരു അനുമതി നൽകിയിട്ടുള്ളത് നഗരസഭ. ആ 226 സ്ക്വയർ ഫീറ്റിൻ്റെ അനുമതി വെച്ച്, അതായത് ഒരു സ്റ്റെയർ റൂമിൻ്റെ മാത്രം ഒരു നിർമ്മാണത്തിനാണ് അനുമതി നൽകിയിട്ടുള്ളത്. ആ നിർമ്മാണത്തിന് അനുമതി നൽകിയ ആ അനുമതി വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അതിൻ്റെ 10 ഇരട്ടിയുള്ള ശീതീകരിച്ച, ഏകദേശം 1500 പേർക്ക് ഒരുമിച്ച് ഒരേ സമയം ഇരിക്കാൻ പറ്റിയ ശീതീകരിച്ച ഒരു ഓഡിറ്റോറിയം പണിഞ്ഞു വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ല. ഫയർ ആൻഡ് സേഫ്റ്റി ചട്ടങ്ങൾ പോലും പാലിച്ചിട്ടില്ല. 5 നിലകളുള്ള കെട്ടിടത്തിൽ എമർജൻസി എക്സിറ്റ്, പുറത്ത് ഒരു തീ പടർന്നാൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കെട്ടിടത്തിനകത്ത് തീപിടുത്തം ഉണ്ടായാൽ ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിൽ എല്ലാ നിലകളിൽ നിന്നും പുറത്തേക്ക് ഒരു സ്റ്റെയർ കേസ് ആവശ്യമാണ് എന്ന രൂപത്തിലൊരു ചട്ടമുണ്ട്. അത് പാലിക്കപ്പെട്ടിട്ടില്ല. 4 വശവും ഇത്തരത്തിലൊരു സ്റ്റെയർ കേസും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. മാത്രമല്ല, കെട്ടിടത്തിൻ്റെ അകത്താണ് സ്റ്റെയർ കേസും ലിഫ്റ്റുമെല്ലാം ഉള്ളത്. ലിഫ്റ്റ് ഉള്ള കെട്ടിടങ്ങളിൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം എന്നുണ്ട്. ഈ ചട്ടവും പാലിച്ചിട്ടില്ല. അതുമാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന സൂചന വെച്ചിട്ട് 3000 രൂപയിൽ ശരിക്കണം 3000 സ്ക്വയർ ഫീറ്റിൽ അധികം ഉള്ള കെട്ടിടങ്ങൾക്ക് ലക്ഷറി ടാക്സും, അത് 4500-ന് മുകളിലാണെങ്കിൽ വീണ്ടും അധിക ലക്ഷറി ടാക്സും നൽകേണ്ടതുണ്ട്. വൺ ടൈം ടാക്സാണ്, അതായത് ഒറ്റത്തവണ നികുതിയാണ്, റവന്യൂ വകുപ്പിന് അടയ്ക്കേണ്ട നികുതിയാണ്. ഈ നികുതിയും അടച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സംബന്ധിച്ചൊരു സ്ഥിരീകരണം കൂടി റവന്യൂ വകുപ്പ് നൽകേണ്ടതുണ്ട്. മാത്രമല്ല, നഗരസഭ അധികൃതരുമായി സംസാരിച്ചിരുന്നു. ഇത് പ്രഥമദൃഷ്ട്യാ ഇതിൽ ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. നഗരസഭാ രേഖകളുടെ വിവരങ്ങളാണ്, അതിൻ്റെ ചിത്രങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടിട്ടുള്ളത്. അതിൻ്റെ തെളിവ് സഹിതമാണ് ഈ വാർത്ത കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബി.ജെ.പി. ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ ചട്ടലംഘനങ്ങൾ നടന്നിട്ടില്ല എന്നൊരു അവകാശവാദമാണ് പ്രതിരോധിക്കുവാൻ വേണ്ടി ജില്ലാ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ പ്രഥമദൃഷ്ട്യാ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിർമ്മാണം നടത്തിയത് എന്നാണ് നമ്മുടെ രേഖകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഏതായാലും സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ നൽകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആതിര.